ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് 63ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ തിരുവനന്തപുരത്താണ്. അത് ഇപ്പോൾ നടക്കുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാലോ. അപ്പോൾ അതിൻ്റെ മെയിൻ വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്ത്, അതിൻ്റെ മെയിൻ നീള എന്ന് പറഞ്ഞ സ്റ്റേഡിയമാണ്. അപ്പം എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒത്തിരി കലാകാരന്മാരുടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം കൂടെ നമുക്ക് അന്യായ ഒരു പരിപാടിയാണ്. ഞാൻ ബാക്കി ഉള്ളിലെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ അതുകൊണ്ട് ഓരോ നമ്മുടെ മീഡിയാസിൻ്റെയൊക്കെ പെർമിഷനോടുകൂടി അവരുടെ ഫ്രണ്ടിലാണ് ഓരോ പരിപാടികളായി നടക്കുന്നത്. ഓക്കെ, മെയിൻ സ്റ്റേജ് എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ മെയിൻ സ്റ്റേജ്. ഇവിടെ കൂടെയാണ്, ഇതാണ് അതിൻ്റെ മെയിൻ സ്റ്റേജ്. ഇപ്പം മെയിൻ സ്റ്റേജിൽ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, പിന്നെ മെയിൻ സ്റ്റേജിലോട്ടൊന്ന് പോവാം. ഇപ്പോൾ നമ്മുടെ ഒത്തിരി പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പരിപാടികളാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാ മീഡിയാസോടും വന്നിട്ടുണ്ട്. മീഡിയാസിൻ്റെ ഫ്രണ്ടിൽ അവർ മുഴുവനായിട്ടും ഓരോന്നും ഷൂട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ കലാപ്രതിഭകളും അല്ലെങ്കിൽ താരങ്ങളും എല്ലാം പങ്കെടുക്കാൻ വന്നവരെല്ലാം അതിൻ്റെ ഫ്രണ്ടിൽ ഓരോരോ അവരുടേതായ ചെറിയ രീതിയിൽ കലാപരിപാടികളൊക്കെ നടത്തുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഓരോ ചാനലിൽ ഷൂട്ട് ചെയ്യുന്നത്. ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓഡിറ്റോറിയത്തിൻ്റെ എൻട്രൻസ് ആണിത്. ഓക്കെ, ഒത്തിരി ആൾക്കാർ പല സ്ഥലങ്ങളിൽ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പങ്കെടുക്കാനും അവരുടെ രക്ഷിതാക്കളും കാണാനും ആയിട്ടൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ദിവസമാണ്, ആദ്യത്തെ ദിവസം തന്നെ ഇത്രയും അന്യ തിരക്കാണ്. നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയും സാറിപ്പൊക്കെ ബ്രേക്ക് എടുക്കുകയാണ്. സമ്മാനം കൂടി വാങ്ങിച്ച് ഞങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടും എന്ന് തന്നെ ഞങ്ങൾ സൈജു സുരേന്ദ്രൻ ഫ്രണ്ട്സ് ഇപ്പോൾ കണ്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കലാകാരന്മാർ സ്റ്റേജ് അവതരിപ്പിച്ചതിന് ശേഷം അവരെ പിന്നെ ഓരോ മീഡിയാസും വിളിച്ച് അവരുടേതായ ഒരു ക്യാബുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവരുടെ ചെറിയ രീതിയിൽ ആ നൃത്തം കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സമ്മാനം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയാണ്. 8 മണി സമയത്താണ് ഇത്രയും തിരക്ക്. ഇവിടെ ആൾക്കാരെല്ലാവർക്കും തന്നെ ഉണ്ട്. ആവേശം
സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പം മണി ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. ഇപ്പോഴും ആവേശങ്ങൾ പൊടി പിടിക്കുന്നു, മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും വേദിക്കകത്തുണ്ട്, കാണാനും പിന്നെ കുട്ടികൾ പങ്കെടുക്കാനുമായിട്ട്. തോന്നുന്നില്ല നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പം നാളെ ഞാൻ Day 2 വേറൊരു പേര്. ഓക്കെ, ബൈ.